നമസ്കാരം. സംസ്ഥാനത്ത് സാമൂഹിക സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന 62 ലക്ഷത്തിന് മുകളിൽ വരുന്ന ആളുകളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട 2 വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം 2025 സംസ്ഥാന ബജറ്റിന് ശേഷം നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ഒരു പെൻഷൻ വിതരണമാണിപ്പോൾ ഇനിയും നടക്കുവാൻ പോകുന്നത്. 3200 രൂപ ഏപ്രിൽ മാസം വിഷുവിനോടും അതോടൊപ്പം തന്നെ ഈസ്റ്ററിനോടുമൊക്കെ അനുബന്ധിച്ചായിരിക്കും വിതരണം ചെയ്യുവാൻ പോകുന്നത്. ബജറ്റിൽ സംസ്ഥാനത്തിൻ്റെ ധനമന്ത്രി KN ബാലഗോപാൽ പെൻഷൻ വർധനവ് പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിൽ പോലും ഇനിയും ഉള്ള 3 മാസത്തെ പെൻഷൻ കുടിശ്ശിക കൃത്യമായി തന്നെ ഓരോ വിശേഷ അവസരങ്ങളിലും വിതരണം ചെയ്തായിരിക്കും സംസ്ഥാന സർക്കാർ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനെ നേരിടുവാൻ പോകുന്നതെന്ന അറിയിപ്പും വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഏപ്രിൽ മാസത്തിൽ വിഷുവിനോടും ഈസ്റ്ററിനോടുമൊക്കെ അനുബന്ധിച്ച് ഒരു ഗഡു കുടിശ്ശിക കൂടി കൂട്ടിച്ചേർത്ത് 3200 രൂപ വിതരണം ചെയ്യുവാൻ പോകുന്നത്. എന്നാൽ ഫെബ്രുവരി മാസത്തിൽ 1600 രൂപ തന്നെയായിരിക്കും ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുക എന്ന അറിയിപ്പും വന്നിട്ടുണ്ട്. 2024 മാർച്ച് മാസം മുതൽ കൃത്യമായി എല്ലാ മാസവും 1600 രൂപ ഇപ്പോൾ സംസ്ഥാന സർക്കാർ പെൻഷൻ വിതരണം ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ 3 മാസത്തെ പെൻഷൻ കുടിശ്ശികയാണ് ഇപ്പോൾ വിതരണം ചെയ്യുവാൻ ബാക്കിയുള്ളത്. ഇതിൽ ഒരു മാസത്തെ പെൻഷൻ കുടിശ്ശിക ഏപ്രിൽ മാസത്തിൽ വിതരണം ചെയ്യും. അങ്ങനെ 3200 രൂപ ഏപ്രിൽ മാസത്തിൽ 62 ലക്ഷത്തോളം ആളുകൾക്ക് കൊടുക്കുകയും പിന്നീട് പഞ്ചായത്ത്, അതായത് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഒരു മാസത്തെ പെൻഷൻ കുടിശ്ശിക കൂടി കൊടുത്തുകൊണ്ടായിരിക്കും സംസ്ഥാന സർക്കാർ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിനെ നേരിടുക. പിന്നീട് വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ഒരു മാസത്തെ പെൻഷൻ കുടിശ്ശിക കൂടി കൊടുത്തുകൊണ്ടായിരിക്കും സംസ്ഥാന സർക്കാർ നിയമസഭാ തിരഞ്ഞെടുപ്പിനെയും നേരിടുവാൻ പോകുന്നത്. ബജറ്റിൽ പ്രഖ്യാപിക്കാതെ തന്നെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ക്ഷേമ പെൻഷൻ വർധനവ് സർക്കാർ നടപ്പാക്കിയ ഒരു സാഹചര്യവും നമ്മളുടെ സംസ്ഥാനത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു തിരഞ്ഞെടുപ്പ്, അതായത് നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുമ്പായി തന്നെ ഒരു പക്ഷേങ്കിൽ സംസ്ഥാനത്ത് പെൻഷൻ വർധനവും പ്രഖ്യാപിക്കാനുള്ള സാഹചര്യവുമുണ്ട്. ഇത്തരത്തിൽ 1600 രൂപ വീതം ക്ഷേമ പെൻഷൻ എല്ലാ മാസവും കൃത്യമായി കൊടുത്തുകൊണ്ടും അതോടൊപ്പം തന്നെ കുടിശ്ശികയുള്ള പെൻഷൻ തുക വിതരണം ചെയ്തുകൊണ്ടും ജനങ്ങളെ ആകെ വിശ്വാസത്തിലെടുത്തുകൊണ്ടായിരിക്കും സംസ്ഥാനത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പിനെ നേരിടുവാൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കുക. കൂടാതെ 2025 ഏപ്രിൽ മാസത്തിന് ശേഷം സംസ്ഥാനത്ത് ഒരു പുതുക്കിയ പെൻഷൻ ലിസ്റ്റും വരുവാനുള്ള സാധ്യതയുണ്ട്. നമുക്കറിയാം, സംസ്ഥാനത്ത് സർക്കാർ സർവീസിൽ ഇരുന്നു കൊണ്ട് അനധികൃതമായി പെൻഷൻ കൈപ്പറ്റിയ 300ഓളം ആളുകളെ സംസ്ഥാനത്തെ പെൻഷൻ ലിസ്റ്റിൽ നിന്നും പുറത്താക്കുന്ന ഒരു സാഹചര്യം ഈ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ അനധികൃതമായി പെൻഷൻ കൈപ്പറ്റിയ ആളുകളുടെ കയ്യിൽ നിന്നും ആ ഒരു തുകയും അതിൻ്റെ പലിശയും ഉൾപ്പെടെ തദ്ദേശ സ്ഥാപനങ്ങൾ തിരിച്ച് പിടിക്കുന്നതിനുള്ള നടപടികളും തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അനധികൃതമായി പെൻഷൻ കൈപ്പറ്റുന്ന ആളുകളെ മുഴുവനായി ഒഴിവാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഇത്തരത്തിൽ പെൻഷൻ കൈപ്പറ്റുന്ന ആളുകൾക്കെതിരെ കർശന നടപടികൾ സ്വീകരിച്ചുകൊണ്ടുമായിരിക്കും 2025 പുതിയ പെൻഷൻ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക. സംസ്ഥാനത്ത് എല്ലാ മാസവും പെൻഷൻ കൈപ്പറ്റുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ മസ്റ്ററിങ്, അതായത് വിരലടയാളം പതിച്ചുകൊണ്ട് തന്നെ പെൻഷൻ കൈപ്പറ്റുന്ന രീതി എല്ലാ മാസത്തിലും കൊണ്ടുവരാനാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത്. കാരണം ഇത്തരത്തിലാകുമ്പോൾ അനധികൃതമായി പെൻഷൻ കൈപ്പറ്റുന്ന ഒരു സാഹചര്യം സംസ്ഥാനത്ത് ഇനിയും ഉണ്ടാകുകയില്ല. അപ്പോൾ 1600 രൂപ പെൻഷൻ്റെ ഈ മാസത്തെ വിതരണത്തിൻ്റെ ഡേറ്റ് ഉടൻ തന്നെ പ്രഖ്യാപിക്കുന്നതായിരിക്കും. ഇത്തരത്തിലുള്ള എല്ലാ അറിയിപ്പുകളും നിങ്ങളിലേക്ക് ആദ്യം തന്നെ എത്തുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കൂടി കാണുക. താങ്ക്